ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഫേസ് ഫുള്ളായിട്ട് തന്നെ വരയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഷെയ്ഡിങ് ചെയ്യുന്നുണ്ട്. അപ്പം കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഇത് കണ്ടാൽ മതിയാകും. അപ്പം നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്നിട്ട് നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റിലേക്ക് ഒന്ന് കയറി നോക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രീ ഹാൻഡായിട്ട് ഫേസ് വരയ്ക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ട് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ഓരോ വീഡിയോസും നിങ്ങൾ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കണ്ണിൻ്റെ ഭാഗമാണ് വരച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കണ്ണ് ഈ ഒരു വീഡിയോയിൽ നോക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോയിൽ നോക്കുകയാണെങ്കിൽ കണ്ണ് ഫുള്ളായിട്ടല്ല തുറന്നിരിക്കുന്നത്, കുറച്ച് ഭാഗം മാത്രമേ തുറന്നിരിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വരയ്ക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും ആ ഒരു ഭാഗം കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കണ്ണ് കൃഷ്ണമണിക്ക് നമുക്ക് ചെറുതായിട്ട് കാണത്തുള്ളൂ. അതുപോലെ ഷെയ്ഡിങ് ആണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അത് കണ്ട് നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും മാക്സിമം അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓരോ കോളം നോക്കിയിട്ട് നമുക്ക് ചെയ്ത് പോയാൽ മാത്രം മതിയാകും. അപ്പം നിങ്ങൾ ഈ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഡ്രോയിങ് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഫ്രീ ഹാൻഡായിട്ടൊക്കെ ഫേസ് വരയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ ആ രീതി നിങ്ങൾ ചെയ്യുക. പിന്നെ നമുക്ക് ഷെയ്ഡിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഡിങ് മിക്കവർക്കും ഇപ്പോഴും ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ചെയ്ത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല ആളുകളുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് വീഡിയോസ് ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടുതലും നമ്മൾ ഒരു പാർട്ട് നമ്മളെങ്ങനെയാലും ഷെയ്ഡിങ്ങിന് വേണ്ടി മാറ്റി വെക്കാറുണ്ട്. അപ്പം ഏത് വീഡിയോ കണ്ടാലും നിങ്ങൾക്കത് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ ഹെയർ ഡ്രോയിങ്ങിന് വേണ്ടി നമ്മൾ പുതിയ ഒരു പാർട്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഔട്ട്ലൈന്, അതുപോലെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തന്നെയാണ് പോകുന്നത്, ക്ലാസ് എടുത്ത് തന്നെയാണ് പോകുന്നത്. അപ്പം ഡ്രോയിങ് പഠിക്കുന്നവർക്ക് അത് യൂസ് ആകും. കാരണം ഒറ്റ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാനോ അല്ലെങ്കിൽ വരയ്ക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഓരോ പാർട്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കത് നോക്കി വരയ്ക്കാനും ഒക്കെ സമയം കിട്ടും. അപ്പം നമ്മളെല്ലാ വീഡിയോസും അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പം അതൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ കളർ പെൻസിൽ ഡ്രോയിങ് നമുക്ക് ഇനിയും കൂടുതലായിട്ടും ഈ ഒരു ചാനൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം കളർ പെൻസിൽ ഡ്രോയിങ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്ന് കമൻറ്റ് അറിയിക്കുക. കളർ പെൻസിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങി വെച്ചേക്കുക സെറ്റ്. നമുക്ക് കൂടുതലായിട്ടും അതിനുള്ള ദിവസങ്ങളിൽ കളർ പെൻസിൽ ഡ്രോയിങ് കൂടെ ഉൾപ്പെടുത്താം. പിന്നെ ഓരോരുത്തരും കമൻറ്റ് ചെയ്യുന്നുണ്ട്, മഞ്ഞുമൽ ബോയ്സിൻ്റെ ഡ്രോയിങ് ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ സൗബിൻ്റെ ഡ്രോയിങ് മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടെ ഉൾപ്പെടുത്തി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് A4-ലൊന്നും ഉൾക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അങ്ങനെ ചെയ്യാണ്ട് ഇരിക്കുന്നത്. കാരണം ഞാൻ ഫോട്ടോ നോക്കിയ സമയത്താണെങ്കിലും സിംഗിളായിട്ടുള്ള ഫോട്ടോ ഒന്നും എനിക്ക് കിട്ടില്ല. ഗ്രൂപ്പ് ഫോട്ടോ പോലെയാണ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാം കൂടെ ഒന്നിച്ച് വരയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഒരു കാര്യം ഒന്ന് ഒഴിവാക്കുക. നമ്മൾ സൗണ്ടിൽ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഓരോരുത്തരെയും വരയ്ക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഓരോരുത്തരെയും ഫോട്ടോ കിട്ടുവാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ചിലരൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഡ്രോയിങ് എത്ര ചെയ്തിട്ടും ശരിയാകുന്നില്ല, അല്ലെങ്കിൽ കണ്ണ് വരച്ചിട്ട് ശരിയാകുന്നില്ല, അല്ലെങ്കിൽ മൂക്ക് വരച്ചിട്ട് ശരിയാകുന്നില്ല, അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം അവരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിനുള്ള സമയം കണ്ടെത്താനും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് കണ്ടെത്താനൊക്കെ പറ്റും. കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാകുമ്പോൾ നമുക്ക് ചെയ്യുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഡ്രോയിങ്ങിൽ ഇമ്പ്രൂവ് ചെയ്ത് വരാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം മിക്കവാറും ഈ പറഞ്ഞ പോലെ ഒന്ന് വരച്ച് തെറ്റി പോയി കഴിഞ്ഞാൽ പിന്നീട് വരയ്ക്കാണ്ടിരിക്കുന്നവരായിരിക്കും കൂടുതലും. അപ്പോൾ അങ്ങനെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്ത് വരാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളതിൽ സമയം കണ്ടെത്തി തന്നെ ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് ഉറപ്പായിട്ടും ഞാൻ 100% ഉറപ്പ് പറയാം, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ മിക്കവരും നല്ല രീതിയിൽ തന്നെ ഡ്രോയിങ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പം ഈ പറഞ്ഞ ചിലതൊക്കെ മാത്രമേ മിസ്റ്റേക്ക് പറഞ്ഞു കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടാവാറുള്ളൂ. അപ്പം അവിടെയൊക്കെ ഞാൻ പറയുന്നത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ ഒരു ചാനൽ ഒരുപാട് വീഡിയോസ് ഈ പറഞ്ഞ ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് വരച്ച് നോക്കാവുന്നേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ എല്ലാം റെഫറൻസ് ഇമേജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾ വരയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതിനൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ വരയ്ക്കുക. ഇപ്പോൾ നിങ്ങൾ വരച്ച് തുടങ്ങുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾ ഫേസ് ഫുള്ളായിട്ട് വരയ്ക്കാണ്ട് ആ ഫേസിൽ ഓരോ പാർട്ടായിട്ട് തിരിച്ച് വരയ്ക്കുക. അതായത് കണ്ണ്, മൂക്ക്, ചുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുക. അങ്ങനെ വരച്ച് പഠിച്ച് കുറച്ച് നാളത്തേക്ക് അങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നീട് ആ ഫേസ് ഫുള്ളായിട്ട് നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി ഗ്രിഡ് മെത്തേഡൊക്കെ യൂസ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ നിങ്ങൾ ആ ഫേസ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് തന്നെ ആ ഫേസ് വരച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഒന്ന് വരച്ച് നോക്കുക കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ് ആകുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെയാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ. അതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്തൊരു ലിമിറ്റ് വെക്കുക. നിങ്ങളൊരു ലിമിറ്റ് വിട്ട് ഷെയ്ഡ് ചെയ്ത് പോകാണ്ടിരിക്കുക. കാരണം
ഒരു ചിത്രത്തിൽ കുറച്ച് ഷെയ്ഡിങ് ഉള്ളെങ്കിൽ ആ ഒരു കുറച്ച് ഷെയ്ഡിങ് ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ഷെയ്ഡിങ് നിങ്ങൾ വാരി ഇതായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾക്ക് അത് കുറയ്ക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഷെയ്ഡിങ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് ഭാഗം ഷെയ്ഡ് ചെയ്തിട്ട് ബാക്കി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് നിങ്ങൾ ഷെയ്ഡ് ചെയ്യാണ്ട് ആ ഒരു ഭാഗങ്ങൾ കുറച്ച് ചെയ്തിട്ട് ബാക്കിയൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും. കാരണം ബാക്കി ഫുള്ളായിട്ട് ഹൈലൈറ്റ് വരുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നെറ്റിയുടെ ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട്, അതുപോലെ മൂക്കിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട്, അതുപോലെ കവിളിൽ 2 കവിളിലായിട്ട് വരുന്നുണ്ട്, അതുപോലെ കണ്ണിൻ്റെ പോളയിൽ വരുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് ചെറിയ ലൈറ്റ് അടിക്കുന്ന ഏരിയാസൊക്കെ വരുന്നുണ്ട്. അപ്പം അതിന് ചുറ്റുമുള്ള കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡിങ്ങൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഡാർക്കായിട്ടുള്ള ഷെയ്ഡിങ്ങിലാണ് കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് അവിടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്യാണ്ട് ആ ഒരു ബ്ലെൻഡിങ്ങിലൂടെ തന്നെ നിങ്ങൾ ആ ഷെയ്ഡിങ് കൊണ്ടുവരാനായിട്ട് നോക്കുക.